Meet the editors. സഭ കടക്കുമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ന് സഭയിൽ പ്രതിപക്ഷം രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. കടുത്ത ഭാഷയിൽ തന്നെയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിനെ നേരിട്ടത്. പക്ഷേ ഭരണപക്ഷം എപ്പോഴും ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാമെന്ന് സമ്മതിക്കുന്നുണ്ട്. സഭ കടക്കുമോ? സഭ കടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം സഭ കടക്കണമെങ്കിൽ 362 വോട്ട് വേണമല്ലോ ലോക്സഭയിൽ, അല്ലേ? 2 ഭൂരിപക്ഷം വേണം. രാജ്യസഭയിൽ 166 വോട്ടിൻ്റെ ഭൂരിപക്ഷം വേണം. ഇത് രണ്ടും ഭരണമുന്നണിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ലോക്സഭയിൽ അവർക്ക് 290 പേരുടെ പിന്തുണയാണുള്ളത്. രാജ്യസഭയിൽ NDAക്ക് 128 സീറ്റാണുള്ളത്. അപ്പം ലോക്സഭയിൽ തന്നെ 72 പേരുടെ പിന്തുണ ഇനി ആർജിക്കേണ്ടതുണ്ട്. 40-ലേറെ ആളുകളുടെ പിന്തുണ രാജ്യസഭയിലും ആർജിക്കേണ്ടതുണ്ട്. അത് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വളരെ ശക്തമായി തന്നെയാണ് ഈ ബില്ലിനോട് പ്രതികരിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? നോക്കൂ, കഴിഞ്ഞ 6 മാസമായല്ലോ ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ജൂൺ 9-ാം തീയതിയാണ് നരേന്ദ്രമോദി 3ാമത്തെ തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 180 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ശ്രദ്ധേയമായൊരു കാര്യം ഈ 180 ദിവസത്തിനകത്ത് ചെയ്തു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇന്ധനത്തിൻ്റെ വില 2 രൂപ കുറച്ചിരുന്നു നരേന്ദ്രമോദി. പാചകവാതകത്തിൻ്റെ വില 100 രൂപ കുറച്ചിരുന്നു. ഈ 3ാമത്തെ മോദി സർക്കാർ വന്നതിന് ശേഷം ശ്രദ്ധേയമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായി വാർത്താമാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ അറിവിലില്ല. എന്ന് മാത്രമല്ല, മോദി തന്നെ അപൂർവമായി മാത്രമാണ് മാധ്യമങ്ങൾക്ക് വാർത്തയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ അർത്ഥത്തിലൊരു ഹെഡ്ലൈൻ മേക്കിംഗ് മാത്രമാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ 303 സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായിട്ടാണല്ലോ 2019 ഇവർ അധികാരത്തിൽ വന്നത്. ആ സമയത്ത് ഇത് അവതരിപ്പിക്കാമായിരുന്നു. അവതരിപ്പിച്ചിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ മാസം നമ്മൾ 4 തെരഞ്ഞെടുപ്പുകളാണല്ലോ നടത്തിയത്. ജമ്മു കാശ്മീരിൽ നടത്തി, ഹരിയാനയിൽ നടത്തി, മഹാരാഷ്ട്രയിൽ നടത്തി, ജാർഖണ്ഡിൽ നടത്തി. 2024 പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഈ 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലല്ലോ. എന്താ കാര്യം? അന്ന് ആ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതായിരിക്കില്ല വിധി. അന്ന് ഈ 2024 തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എത്ര സീറ്റാണ് BJP കിട്ടിയിട്ടുള്ളത്? 9 സീറ്റാണ് BJP കിട്ടിയിട്ടുള്ളത്. ഹരിയാനയിൽ എത്ര സീറ്റാണ് കിട്ടിയിട്ടുള്ളത്? 5 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്നിരുന്നുവെങ്കിൽ ആൻറ്റി ഇൻകംബൻസി കൃത്യമായി വർക്ക് ചെയ്തിട്ട് അവിടെ സർക്കാർ പോകും എന്നുറപ്പായിരുന്നു BJPക്ക്. അതുകൊണ്ടാണല്ലോ ആ തെരഞ്ഞെടുപ്പുകൾ പിന്നെയും അതിൻ്റെ കൃത്യമായ സമയക്രമത്തിൽ തന്നെ നടത്തിയത്. എന്നിട്ടുകൂടിയും എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്? നോക്കൂ, 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കാശ്മീരും ഹരിയാനയും ആദ്യം നടത്തി. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയും ജാർഖണ്ഡും നടത്തി. ഇത് ഒരുമിച്ചാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുമെന്നറിയാവുന്ന BJP ബുദ്ധിപൂർവ്വമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വളരെ ആത്മാർത്ഥതയോട് ചെയ്യുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു ഹെഡ്ലൈൻ മേക്കിംഗ് ആണ്, ഒരു വാർത്ത ഉണ്ടാക്കുന്നു. ഇതാ, ഈ സർക്കാർ പ്രവർത്തനക്ഷമമായിരിക്കുന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ബില്ല് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു, ഇനി അതിൻ്റെ മേളിൽ കുറേ ചർച്ച നടക്കും. ആ അർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ ചെയ്യാത്തൊരു സർക്കാരിൻ്റെ ഒരു മുഖം മൂടി മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ BJP അവരുടെ ആശയത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് സംഘപരിവാർ വളരെ ഗൗരവത്തിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. നോക്കൂ, എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന 1967 വരെ ഈ രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ? സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലോ, അല്ലേ? സംസ്ഥാനങ്ങളിലും ലോക്സഭയിലുമൊക്കെ. പക്ഷേ അന്നത്തെ സ്ഥിതിയല്ല ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അന്നെന്താണ്? അന്ന് കോൺഗ്രസ് പാർട്ടിയാണെന്നേ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടി. അത് തന്നെയാണ് സംസ്ഥാനങ്ങളിലും ഉള്ളത്. പിന്നെയുള്ളത് ജനസംഘമുണ്ട്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുണ്ട്, കുറച്ച് സോഷ്യലിസ്റ്റുകളുണ്ട്. അങ്ങനെ അല്ലാതെ പ്രാദേശിക പാർട്ടികൾ വികസിച്ചു വന്നിട്ടുള്ളൊരു സാഹചര്യമൊന്നും അന്ന് രാജ്യത്തുണ്ടായിരുന്നില്ല. എന്ന് മാത്രവുമല്ല, അന്ന് എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു? ഇന്ന് എത്ര സംസ്ഥാനങ്ങളുണ്ട്? അന്ന് എത്ര പാർട്ടികളുണ്ടായിരുന്നു? ഇന്ന് എത്ര പാർട്ടികളുണ്ട്? ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രാദേശിക പാർട്ടികളുണ്ട്. എത്ര പ്രാദേശിക പാർട്ടികളാണ് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 67 വരെ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്നിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും ഭിന്നമാണ്. ഇനി അത് മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ എന്താ പറയുക, സംസ്ഥാനങ്ങളുടെ കാര്യത്തിനകത്തുള്ള വർധന, പ്രാദേശിക പാർട്ടികളുടെ കാര്യത്തിനകത്തുള്ള വർധന, അതേപോലെ തന്നെ വിഷയങ്ങളിനകത്തുള്ള വർധന, ആ വൈവിധ്യങ്ങളെല്ലാം തന്നെയും അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ആ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നത് ഒട്ടും തന്നെ ഈ ഫെഡറലിസത്തിന് നിരക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് മാത്രവുമല്ല, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ 5 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് എന്ന് വിചാരിക്കുക. ലോക്സഭയിലേക്കും 5 വർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം തന്നെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ്. ഈ 5 വർഷം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യും കെട്ടി കാത്തിരിക്കണം കേട്ടോ അടുത്ത 5 വർഷത്തേക്ക്. എന്താ വെച്ചാൽ നമ്മുടെ പണി എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ പോയി വോട്ട് ചെയ്ത് കുറേ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വിടുക എന്നുള്ളത് മാത്രമാണ് ഈ വോട്ടറുടെ പണി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് നമുക്ക് തിരിച്ചു വിളിക്കാൻ കഴിയില്ല. ഈ നമ്മൾ വിജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ആളെയും തിരിച്ചു വിളിക്കാൻ കഴിയില്ലല്ലോ, സർക്കാരിനെ താഴത്തേക്ക് ഇറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്താ പറ്റുക? നമുക്ക് ഈ കയ്യും കെട്ടി പിന്നെ നിരീക്ഷകരായിട്ട് ഇങ്ങനെ മൂകസാക്ഷികളായിട്ട് നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. അതേസമയം ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഓരോ വർഷവും നടന്നാൽ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നറിയാവോ? നമുക്ക് പ്രതികരിക്കാനുള്ളൊരു അവസരമാണെന്നേ ആ കാര്യത്തിനകത്ത് സംഭവിക്കുന്നത്. നോക്കൂ, എവിടെയെങ്കിലും ഒരു ഈ
രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. അത് കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പാണ്, പ്രാദേശിക പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ്, അതൊരു ട്രെൻഡിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നിരന്തരം ഇത്തരം ഒരു വർഷത്തിൽ 4-5 തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ജീവിക്കുന്ന വലിയൊരു ഭൂപ്രദേശമാണ്, വലിയൊരു ജനാധിപത്യമാണ്. അവിടെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജൻ പോലെ തന്നെ പ്രധാനമാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാകണം, അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിന് ഇത്തരത്തിലുള്ള ചിലവുകൾ വഹിക്കണമെന്നേ, അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇനിയിപ്പോൾ ഈ BJP പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമുക്കിങ്ങനെ ഈ പറഞ്ഞ നിരന്തരം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ വികസനങ്ങൾ നടക്കുന്നില്ല, രാജ്യത്തിൻ്റെ വികസനം നടക്കുന്നില്ല. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 9 സംസ്ഥാനങ്ങളിൽ ഭരണം അട്ടിമറിച്ച പാർട്ടിയാണ് ഈ BJP എന്ന് പറയുന്നത്. 9 വർഷം ഈ പറഞ്ഞ പാർട്ടി 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ BJP കഴിഞ്ഞ 9 വർഷം കൊണ്ട് 9 സംസ്ഥാന ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ചു. ആരൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം: അരുണാചൽ പ്രദേശ്, ഗോവ, മേഘാലയ, മണിപ്പൂർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, കർണാടക, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ സർക്കാരുകളെയും അട്ടിമറിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്, അതിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില മുന്നറിയിപ്പുകൾ നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും സഹായകരമായി മാറുന്നുണ്ട്. ഇനി മാത്രവുമല്ല, ഈ ദേശീയ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുന്നു എന്ന് വിചാരിക്കുക. എത്ര കൺഫ്യൂസിംഗ് ആണത് എന്നുള്ളതാണ്. ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പും സംസ്ഥാനത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പ് വേറൊരു അജണ്ടയിന്മേലാണ് നടക്കുന്നത്. ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമേ ഇല്ല. എന്ത് പറ്റും എന്നറിയാവോ? ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഇപ്പം കേരളത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകൾ സംസ്ഥാന തലത്തിൽ CPM-നായിരിക്കും വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എത്ര കൺഫ്യൂസിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രവുമല്ല, രണ്ടിൻ്റെ നടുവിഷയമാണ് ദേശീയ പാർട്ടികൾക്ക് എപ്പോഴും ആധിപത്യത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ ഉണ്ടാക്കും. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി ആയിരിക്കും പ്രധാനപ്പെട്ട മത്സരാർത്ഥികളെന്നേ. അത് സംസ്ഥാനത്ത് പിണറായി വിജയനും ഉമ്മൻചാണ്ടി ആയിരിക്കില്ല, അല്ലെങ്കിൽ പിണറായി വിജയനും VD സതീശനും ആയിരിക്കില്ല. അവർ ഓവർ പവർ ചെയ്യും. ആ രീതിയിലാണ് ആ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. സ്വാഭാവികമായിട്ടും വോട്ടർമാർ വളരെ കൺഫ്യൂസ്ഡ് ആകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വൈവിധ്യങ്ങളും നമ്മുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ആസ്പിറേഷൻസും റീജിയണൽ ആസ്പിറേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിൽക്കേണ്ട നല്ല ജനാധിപത്യ പ്രക്രിയ ആയിരിക്കണം തെരഞ്ഞെടുപ്പ്. അത് ഏകപക്ഷീയമായിട്ട് 5 വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു അനുഷ്ഠാനം പോലെ അരങ്ങേറേണ്ട ഒരു കാര്യവുമല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെലവിൻ്റെ കണക്കുകളാണല്ലോ ഈ പറയുന്നത്. ഇപ്പോൾ അവസാനത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് എത്രയാണെന്നറിയോ? അനൗദ്യോഗിക കണക്കെന്ന് പറയുന്നത് 1,35,000 കോടിയാണ്. 1,35,000 കോടി ചെലവഴിച്ചാണ് നമ്മൾ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് 100 കോടി വോട്ടർമാരെന്ന് വെച്ചാൽ ഒരാൾക്ക് 1,350 രൂപയെ ചിലവായിട്ടുള്ളൂ. 100 കോടി വോട്ടർമാരുണ്ടെങ്കിലും എല്ലാ പാർട്ടികളും കൂടി ഒരു വോട്ടറെ സ്വാധീനിക്കാൻ ചിലവാക്കിയിട്ടുള്ള 1,350 രൂപയാണ്. അപ്പോൾ 1,35,000 കോടി രൂപ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൈസ കുറയുമെന്നാണ് നമ്മളാരും വിചാരിക്കുന്നത്. ഈ പൈസ കൂടാനാണ് പോകുന്നത്. ഈ പൈസ കൂടാൻ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ചെലവ് ചുരുക്കിക്കളയും എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ മാത്രമാണ്. സർക്കാർ തലത്തിൽ എത്രയാണ് കണക്ക്? 2019 തെരഞ്ഞെടുപ്പിൻ്റെ സർക്കാർ കണക്ക് എത്രയാണെന്ന് പറയാം? 8,000 കോടി രൂപയാണ്. ഈ 8,000 കോടി രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബജറ്റ് അലോക്കേഷൻ്റെ 4-1 വരുമോ? നമ്മൾ വിദ്യാഭ്യാസത്തിന് 40,000 കോടി മുടക്കുന്നുണ്ട്, അല്ലേ? തൊഴിലുറപ്പിന് 1,00,000 കോടി മുടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബജറ്റ് അലോക്കേഷൻ നടത്തുന്നത്. ഇതിനകത്ത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ ആകെ നമ്മൾ ചിലവാക്കുന്നത് ഔദ്യോഗികമായി 8,000 കോടിയാണ്. അത് എത്ര പീനട്ടാണ്, എത്ര ചെറിയ തുകയാണ്. അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്വസിക്കുന്ന വായു പോലെ തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും വളരെ പരമപ്രധാനമാണ്. അത് ആർക്കും അടിയറ വയ്ക്കാൻ കഴിയില്ല. പിന്നെ ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ ഫെഡറൽ സംവിധാനത്തെ ഒരിക്കലും BJP-യോ അംഗീകരിച്ചിട്ടില്ല, സംഘപരിവാറും അംഗീകരിച്ചിട്ടില്ല. സംഘപരിവാറിൻ്റെ ഐഡിയോളോഗായിട്ടുള്ള ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇഫക്റ്റീവ് സ്റ്റെപ്പ് വിൽ ബി ടു ബറി ഡീപ് ഫോർ ഗുഡ് ഓൾ ടോക്ക് ഓഫ് എ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് അവർ കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇത് ഗോൾവാക്കർ അദ്ദേഹത്തിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അത് ഏറ്റവും ആഴത്തിലങ്ങ് കുഴിച്ചു മൂടി കളയണം. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്? ടു സ്വീപ്പ് അവേ, അത് എന്തില്ലാതാക്കി കളയാനാണ്? ദി എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഓട്ടോണമസ് ഓർ സെമി ഓട്ടോണമസ് സ്റ്റേറ്റ്സ് വിതിൻ ദി വൺ സ്റ്റേറ്റ് ദാറ്റ് ഇസ് കോൾഡ് ഭാരത്. ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഓട്ടോണമസ് ആയിട്ടുള്ള, ഏതാണ് സെമി ഓട്ടോണമസ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭാരതം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ഗോൾവാക്കർ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, ബഞ്ച് ഓഫ് തോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 country, 1 state, 1 legislator, 1 executive. ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഒരു നിയമനിർമ്മാണ സഭ,
ഒരു എക്സിക്യൂട്ടീവ്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം, വിത്ത് നോ ട്രേസ് ഓഫ് ഫ്രാഗ്മെന്റേഷണൽ, റീജിയണൽ, സെക്ടേറിയൻ, ലിംഗ്വിസ്റ്റിക് ഓർ അതർ ടൈപ്സ് ഓഫ് പ്രൈഡ് ബീയിങ് ഗിവൺ എ സ്കോപ്പ് ഫോർ പ്ലേയിങ് ഹാവോക്ക് വിത്ത് അവർ ഇൻറ്റഗ്രൽ ഹാർമണി. നമ്മളുടെ ഈ പറയുന്ന ഇൻറ്റഗ്രൽ ഹാർമണി ഉണ്ടല്ലോ, നമ്മുടെ ഈ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലുള്ള റീജിയണലിസവും ഒരു തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക്സും ഭാഷയും ഒരു തരത്തിലുള്ള സംസ്കാരവും അനുവദിക്കാൻ പാടില്ല. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബി റീ എക്സാമിൻ ആൻഡ് റീഡ്രാഫ്റ്റഡ് സോ ആസ് ടു എസ്റ്റാബ്ലിഷ് എ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റീഡ്രാഫ്റ്റ് ചെയ്യണം. റീഡ്രാഫ്റ്റ് ചെയ്തിട്ടൊരു യൂണിറ്ററി ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്നത്. അതാണിപ്പം സംഘപരിവാറിൻ്റെ ആശയം എന്നുള്ളതിലേക്ക് മോഡി ഇന്നിപ്പം അവതരിപ്പിച്ചിരിക്കുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒരു രാജ്യമായി തന്നെ ഇതിനെ കാണണം. കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യം അതാണ്. ഇതിനൊരു രാജ്യമായി നിങ്ങൾ ആദ്യം കാണണം, എന്നിട്ട് എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യനീതിയോടുകൂടി പെരുമാറണം. അവിടെ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം, ഞങ്ങളുടെ ശത്രുക്കൾ ഭരിക്കുന്ന സംസ്ഥാനം, അങ്ങനെയുള്ള വേർതിരിവൊന്നും പാടില്ല. ആദ്യം ഒരു രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾ നന്നായി അതിനെ വിശദീകരിച്ച് നന്നായി നിർവചിച്ച് ഒരു രാജ്യസ്നേഹമുള്ള ഒരു രാജ്യത്തെ മൊത്തമായി കാണുന്ന ഒരു സർക്കാരായി മാറണം. അതിനുശേഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ഉത്തരാഖണ്ഡിൽ പിന്നെ പ്രളയമുണ്ടാകുമ്പോൾ അവിടെ 1000 കോടി കൊടുക്കുകയും ബീഹാറിൽ പ്രളയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി 10,000 കോടി കൊടുക്കുകയും ഇവിടെ പാവപ്പെട്ട വയനാട്ടിലുള്ള ആളുകൾ 1 രൂപ പോലും കിട്ടാതെ കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആദ്യം ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രാജ്യസ്നേഹം ആദ്യം എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും എല്ലാവർക്കും തുല്യ നീതിയും സമത്വവും കിട്ടണം എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം നടപ്പാക്കിയതിന് ശേഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒറ്റ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ്, ആൻറ്റി ഫെഡറലാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരത്തുന്ന ഒരു ന്യായത്തിനും ഒരു യുക്തിക്കും അടിസ്ഥാനമുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സഭ കടക്കുമോ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ എന്നതാണ് ചോദ്യം. സുജയ, സഭ കടക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് അമിത്ഷാ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള ദേവേന്ദ്ര ഫട്നവിസിന്റെ ആ ഒരു വീണ്ടും ഒന്നു ചേരാനായിട്ടുള്ള ഒരു ഇനിഷ്യേഷനൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല JPC എന്ന ആവശ്യം, അതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഇതിപ്പോൾ നേരത്തെ ഉണ്ണിസർ സൂചിപ്പിച്ചു 362 പേര് വേണം എന്നുള്ളത്. അത് ഫുൾ സ്ട്രെങ്ത് ആണെങ്കിൽ മാത്രമാണ്. 100 പേര് അബ്സ്റ്റെയിൻ ചെയ്താൽ അത്രയും വേണ്ട. NDAയുടെ കൈവശമുള്ള 293 എന്ന് പറയുന്നത് ലോക്സഭയിൽ ഇനഫാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണമൊന്നും കണ്ടില്ലല്ലോ. ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങളുടെയാണ് പ്രധാനമായും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും, ഈ 3 പാർട്ടികളുടെയുമാണ് പ്രധാനമായും നമ്മൾ പ്രതികരണങ്ങൾ കണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല 439 പേർ മാത്രമാണ് ലോക്സഭയിൽ പ്രസന്റ് ആകുന്നത് എങ്കിൽ 293 കൂടെയുണ്ട്. അത് മുഴുവൻ അവിടെ എത്തിക്കാൻ കഴിയും. ആ രീതിയിൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ സാധിക്കും. പക്ഷേ ഒരു സമവായത്തിലൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ 3-2 എന്ന ഒരു സംഖ്യയിലേക്ക് നിഷ്പ്രയാസം എത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അമിത്ഷാ മുന്നോട്ട് പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇവിടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി, ആ ഒരു ഉന്നതാധികാര സമിതി കൊടുത്തത് 18,626 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച്, അങ്ങനെ ഒരു ഘടനയാണ്. ഉണ്ണിസർ പറഞ്ഞതുപോലെ ഈ സ്പെൻഡിൻ്റെ കാര്യമൊക്കെ കൃത്യമായി പഠിക്കാൻ ഒരു മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കുമ്പോൾ അവർ കൃത്യമായി എന്തൊക്കെയാണ് ഇതിൻ്റെ ആഘാതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ ആ പഠനത്തിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ഇന്ന് ടേബിൾ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ട എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയും ഈ രാംനാഥ് കോവിന്ദ് സമിതി കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്നത് ആ ഒരു എതിർപ്പായി നിൽക്കുകയുള്ളൂ. ഭേദഗതികൾ കൊണ്ടുവന്നാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പക്ഷേ സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ 2 തെരഞ്ഞെടുപ്പിനും ശേഷം 100 ദിവസത്തിനകം നടത്തിയാൽ മതി. അതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവ്, വോട്ടിംഗ് യന്ത്രങ്ങളുടെ ലഭ്യത, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന് 10 വർഷത്തെ സമയവുമുണ്ട്. 2034 ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വർഷം. അപ്പോൾ 2024 നമ്മൾ നിൽക്കുന്നു. 10 വർഷത്തിനപ്പുറം 2034 തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2029 തന്നെ അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതായ ഒരു സാഹചര്യവും വരും. നേരത്തെ 52 മുതലുള്ള തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ഉണ്ണിസാർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ പരിശോധിക്കുമ്പോൾ ഈ നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ് പല ഘട്ടത്തിൽ നടത്തേണ്ടി വന്ന, ലോക്സഭയും നിയമസഭയും വെവ്വേറെ നടത്തേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നത്
എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അന്ന് അത് സാധ്യമായത് പ്രാദേശിക പാർട്ടികളുടെ ബാഹുല്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഇപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് ഇപ്പോഴും രാജ്യത്ത് കോൺഗ്രസും BJPയും തന്നെയാണ്. ഈ രണ്ട് പാർട്ടികൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഈ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയൊക്കെ വലിയ പ്ലെയർ ആണ് എങ്കിൽ പോലും കോൺഗ്രസ് വേഴ്സസ് BJP എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നയിക്കുന്ന രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായി തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സ്പേസിലേക്ക് വന്നില്ല എങ്കിൽ. ഇവിടെ ഈ ഭരണത്തിൽ ശ്രദ്ധ നൽകുക അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നരേന്ദ്രമോദി സർക്കാർ 2024 അധികാരത്തിലെത്തിയതിനു ശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ സെപ്റ്റംബർ 27 അവരൊരു റിപ്പോർട്ട് കാർഡ് ഇറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകാം. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ ഈ ബില്ലായതുകൊണ്ട് ഞാൻ അതിലേക്ക് എൻ്റെ മറുപടി ചുരുക്കുകയാണ്. സർക്കാർ നയങ്ങൾ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കാനായി കൃത്യമായ ഒരേ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരേ പദ്ധതികളുടെ കൃത്യമായ ഉപയോഗം സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നതും വിലയിരുത്തുന്നതിന് ഈ ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വോട്ടിംഗ് ശതമാനത്തിൽ കണ്ടിട്ടില്ലേ പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു എന്ന് നമ്മൾ തന്നെ ഇരുന്ന് വിലയിരുത്താറുണ്ടല്ലോ. പക്ഷേ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒറ്റ തവണ ഈ എക്സസൈസിന് പോകേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 വർഷം കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനിടയിൽ മറ്റൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, അങ്ങനെ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒറ്റ തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പാർലമെന്റേറിയൻസിന് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണെങ്കിൽ, ഇപ്പോൾ 3 പാർട്ടികളാണ് പ്രധാനമായും എതിർവാദങ്ങൾ ഉന്നയിക്കുന്നത്, എല്ലാവർക്കും അനുകൂലമായ രീതിയിലേക്ക് ചർച്ചകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര പറഞ്ഞത് ഈ ആശയം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണ് എന്നതാണ്. കാരണം ഇനി പാർലമെന്റ് ഭരണഘടനയിൽ മാറ്റം വരുത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായാൽ മതി, ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ക്രമം തെറ്റുന്നതിന് എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണഘടന പ്രകാരം എന്താണ് പറയുന്നത്, എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തണം എന്നത് ഭരണഘടന പ്രകാരം തന്നെ പറയുന്ന ഒരു വ്യവസ്ഥയാണ് എന്നതാണ്. എന്തായാലും രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിലും അത് മെൻഷൻ ചെയ്യുന്നു. ഇന്ന് സുശീൽ ചന്ദ്രയുടെ കമൻറ്റിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ പ്രധാനപ്പെട്ട ബോഡികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നടത്തുമ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തിയതിന് ശേഷം സംസ്ഥാന നിയമസഭയും പാർലമെന്റും ഒക്കെ കാലാവധിക്ക് മുന്നിൽ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത് വ്യത്യസ്തമായി മാറി തുടങ്ങിയത്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനായി 2017 മുതൽ തന്നെ ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷം 2014 അധികാരത്തിൽ വന്ന 1ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 2017 തന്നെ ഇതേക്കുറിച്ച് നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ നടാടെ ഇപ്പോൾ 2024 അധികാരത്തിലെത്തിയതിനു ശേഷം അതിലേക്ക് പോവുകയല്ല. കഴിഞ്ഞ വർഷം 2023 രാംനാഥ് കോവിന്ദ് സമിതിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നീക്കങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ 51 മുതൽ 67 വരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 51-52 കാലഘട്ടത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ച് നടക്കുന്നത്. അത് 3 തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 1957 അതുപോലെ തന്നെ 1962 ഒപ്പം 1967 ഈ 3 തവണയും അത് ആവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന നിയമസഭകൾ അകാലത്തിൽ പിരിച്ചുവിടുന്നത് അതിന് അടുത്ത വർഷങ്ങളിലാണ്, 67-ലും 68-ലുമാണ്. അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് എന്താണ് നമ്മൾ കാണുന്നത്, 4ാമത്തെ ലോക്സഭ പിരിച്ചുവിടുന്നത് 70-ലാണ്, 1970-ലാണ്. 71-ൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? അടിയന്തരാവസ്ഥയെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഈ 5ാം ലോക്സഭയുടെ കാലാവധി 77 വരെ നീട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ എവിടെയാണ്, ആരാണ് ഈ കൃത്യമായി ഈ സഭയുടെ കാലാവധി തെറ്റിക്കുന്ന നീക്കങ്ങൾ നടത്തിയത് എന്ന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ അത് എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി കിടപ്പുണ്ട്. 70-ൽ വന്ന് 75-ൽ തീരുന്നതിന് പകരം 77 വരെ നീട്ടിയത് ആരുടെ കാലഘട്ടത്തിലാണ്? അപ്പോൾ ആ 77 വരെ നീട്ടുന്നു. അതിനുശേഷം 8ഉം 10ഉം 14ഉം 15ഉം 4 ലോക്സഭയുടെ കാലാവധി മാത്രമേ ഫുൾ ടൈം തികച്ചിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ 2 ലോക്സഭാ കാലപരിധികളും 2ഉം ഫുൾ ടൈം തികച്ചതാണ്. 3ാമത്തേതും ഫുൾ ടൈമിൽ എത്തും എന്നവരെ ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെയാണ്. സഖ്യകക്ഷികൾക്കൊപ്പം തന്നെയാണെങ്കിലും ആ ഫുൾ ടൈം അവർ തികയ്ക്കും. അതിനുശേഷമായിരിക്കും 2029 ശേഷമായിരിക്കും ഈ 2034 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇവിടെ ഉണ്ണി സാറ് ചില കാര്യങ്ങൾ പറഞ്ഞതിലുള്ള എൻ്റെ ഒരു വിയോജിപ്പ് കൂടി ഞാൻ
പറയുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു എന്ന രീതിയിലാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. ഒറ്റയ്ക്കൊരു തീരുമാനമല്ല. രാംനാഥ് കോവിന്ദ് സമിതിയുടെ അവരെടുത്ത പ്രതികരണങ്ങൾ, അവർ ആരിൽ നിന്നും റിപ്ലേസ് എടുക്കാതെ അല്ലെങ്കിൽ ആരോടും അഭിപ്രായം കേൾക്കാതെ സ്വന്തമായി സർക്കാരിന് വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന രീതിയിൽ നമ്മൾക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം ഈ ലഭിച്ച പ്രതികരണങ്ങളിൽ 21,500ഓളം പ്രതികരണങ്ങൾ ലഭിച്ചതിൽ 80% ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നതാണ്. 47 രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 32 പാർട്ടികളും ഈ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പിന്തുണച്ചിട്ടുണ്ട്. 15 പാർട്ടികൾ ആശങ്ക ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിനുള്ളിൽ വിവിധ പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെയും കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നത് അമിത്ഷാ വ്യക്തമാക്കുന്നത്. അതുപോലെ മുൻ ചീഫ് ജസ്റ്റിസുമാർ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, നിയമവിദഗ്ധർ ഇവരുമായിട്ടൊക്കെ ഈ സമിതി ഇരുന്നിട്ടുണ്ട്, സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ എന്തായാലും ഫിക്കിയും അസോച്ചും അങ്ങനെ ഈ ബിസിനസ് ഓർഗനൈസേഷനുകളും അവരെല്ലാം ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം രാജ്യം മുഴുവൻ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പണച്ചെലവ്, എന്തിനാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ്, ഒന്നിച്ച് ഈ പ്രോസസ്സ് പൂർത്തിയാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് BJPക്ക് നേട്ടം കൊയ്യാനാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇനി അങ്ങോട്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ 3ാം ടേമിൽ ഇരിക്കുന്നു, അടുത്ത ടേമിലേക്ക് വരുമ്പോൾ കൃത്യമായ മാൻഡേറ്റിലേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഹരിയാനയിൽ എന്തൊക്കെയായിരുന്നു, ഏത് രീതിയിൽ പോകും, കോൺഗ്രസിന്റെ വൻ തിരിച്ചുവരവ്, 5 സീറ്റായി BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് BJPയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ഹരിയാനയിൽ നിഷ്പ്രയാസം ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നു. മഹാരാഷ്ട്രയിൽ മഹായുതി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസോടുകൂടിയാണ്, അതും 9 സീറ്റായി തകർന്നടിഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു പാർട്ടിയുടെ സ്ട്രെങ്തായി, കഴിവായി നമ്മൾ കാണേണ്ടത്. ആ കഴിവുള്ള പാർട്ടിക്ക് തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിലും മികച്ച മാൻഡേറ്റിലേക്ക് വരാൻ പറ്റും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരുപക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാനും കഴിഞ്ഞുവെന്ന് വരും. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വേറെ നടത്തണം. എന്നാലേ പ്രാദേശിക വിഷയം നമുക്ക് ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ദേശീയ താല്പര്യത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്ക് പോകാതെ കഴിക്കാൻ സാധിക്കും. ആ ഒരു ചിന്ത തെറ്റാണ്. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ താല്പര്യം എന്ന് പറയുന്നത് ഒന്നായിരിക്കണം. ഒരേ താല്പര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ വികസിത ഇന്ത്യ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി 2047 എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ മുന്നോട്ട് പോകുന്നത് കേന്ദ്രം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സഭ കടത്താനായിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട്. അത് വിജയിക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റെടുത്ത ശ്രമങ്ങൾ ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് വരുമെന്ന് പറഞ്ഞു, സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പറയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. സഭ കടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. സഭ നിലവിലത്തെ കണക്ക് വെച്ച് കടക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം സഭയിൽ ഇന്നിപ്പോഴുള്ള കണക്കുകൾ പ്രകാരം തന്നെ അക്കാര്യം വ്യക്തമാണ്. ഞാൻ 4 ആർഗ്യുമെൻറ്റുകളാണ് മുന്നിൽ വയ്ക്കുന്നത്. 1, സഭയിൽ കണക്ക് പ്രകാരം കടക്കുമോ? ഇല്ല എന്നത് നിശ്ചയമാണ്. 2, ഈ BJP ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ആദ്യത്തെ ആർഗ്യുമെൻറ്റ്, ഇതൊരു വോട്ടർ ഫറ്റീഗ് ഉണ്ടാക്കുന്നു, അഥവാ വോട്ടർമാർക്ക് ഒരു മടുപ്പുണ്ടാക്കുന്നു. ഇങ്ങനെ പലതവണ പല കുറിയായിട്ട് ഇലക്ട്രൽ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് ശരിയാണോ എന്നത് കണക്കിലൂടെ പരിശോധിക്കാം. 3, സാമ്പത്തികമായി അധിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് രാംനാഥ് കോവിന്ദിൻ്റെ കണ്ടെത്തൽ. അത് ശരിയാണോ എന്നുള്ളതും കണക്കുകളിലൂടെ നമുക്ക് പരിശോധിക്കാം. 4, ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതും നമുക്ക് പരിശോധിക്കണം. 4 വാദങ്ങളും ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. ആദ്യത്തേത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നതാണ്. സഭ കടക്കുമോ എന്ന ചോദ്യത്തിന് സഭ കടക്കില്ല നിലവിലത്തെ കണക്ക് പ്രകാരം. സഭയിൽ ഇപ്പോഴുള്ളത് NDAക്കുള്ള കണക്ക് പ്രകാരം സഭയിലത് പാസ്സാവണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട്. ഇതിൽ പല പ്രൊവിഷനും. ബില്ല് അവതരിപ്പിക്കാൻ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമില്ല. ബില്ല് അവതരിപ്പിക്കാൻ കേവല ഭൂരിപക്ഷം മതി. ഇന്ന് കേവല ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതും അത്രയും കിട്ടിയിട്ടില്ല. 268ഉം 198ഉമാണ്. 268 പേർ അനുകൂലിക്കുന്നു, 198 പേർ ബില്ലിനെ എതിർക്കുന്നു, അവതരണത്തെ എതിർക്കുന്നു. നോക്കൂ, നിലവിൽ 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ അത്രയും ആളുകൾ ഹാജരാവുകയാണെങ്കിൽ 362 അംഗങ്ങൾ NDAക്ക് വേണം. നിലവിലില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ പിന്നെ മറ്റൊരു സാധ്യതയുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും, അതായത് കേവല ഭൂരിപക്ഷവും, സഭയിൽ ഹാജരാവുന്ന അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷവുമാണ്. അപ്പോൾ അത്രയും അംഗങ്ങൾ ഹാജരാകാതിരിക്കണം. 543 അംഗങ്ങളിൽ 100 അംഗങ്ങൾ ഈ ബില്ലിൻ്റെ ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ നടന്ന് അത് പാസ്സാക്കുന്ന സമയം സഭയിൽ ഇല്ലെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ 543-ൽ നിന്ന് 439 ചുരുക്കണം സഭയിൽ ഹാജരാവുന്ന അംഗങ്ങളുടെ എണ്ണം.
നിലവിലത്തെ സാഹചര്യത്തിൽ അത് BJPക്ക് സാധ്യമല്ല. അങ്ങനെ വന്നാൽ മാത്രമേ 293 എന്ന നമ്പർ 2 ഭൂരിപക്ഷമായി മാറൂ, അഥവാ സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് മാറൂ. അപ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം അത് സാധ്യമല്ല. കണക്കുകൾ പ്രകാരം നിലവിലത്തെ സാഹചര്യത്തിൽ ശിവസേനയുടെ കൂടി പിന്തുണ കിട്ടിയാൽ പോലും ഈ പറയുന്ന 100 പേരെ സഭയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. സഭ കണക്ക് പ്രകാരം കടക്കില്ല. അതായത് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ നടക്കുന്ന വേളയിൽ അവിടെ തന്നെ ആ ബില്ല് പരാജയപ്പെട്ടു പോകും. ഇനി 2, വോട്ടർ ഫറ്റീഗ് ഉണ്ടാക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന നിയമസഭകളിലും ലോക്സഭയിലും നടക്കുന്നത് കൊണ്ട് വോട്ടർമാർക്ക് ക്ഷീണമുണ്ടാവുന്നുണ്ടോ? നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താ? 1952 മുതൽ 1967 വരെ സൈമുൾട്ടേനിയസ് ഇലക്ഷൻ അല്ലേ നടന്നത്? 1952 ഇലക്ട്രൽ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണ് സുജയ? 45%. 45-46% ആദ്യഘട്ടത്തിലെ പോളിംഗ് പെർസെൻറ്റേജ്. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 1967 മുതൽ അത് 56-ലേക്കും 61-ലേക്കും 65-ലേക്കും 66-ലേക്കും ഉയർന്നു. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്നപ്പോഴല്ല നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയത്. പല ഘട്ടങ്ങളിലായിട്ട് വോട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ ക്ഷീണവും സൈമിൾട്ടേനിയസ് ഇലക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഇല്ല, അക്കാഡമിക് ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയില്ല. കണക്ക് പ്രകാരം വ്യത്യസ്തമാണ്. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടന്ന സമയത്തെല്ലാം 50% താഴെ അല്ലെങ്കിൽ 55% താഴെ ആയിരുന്നുവെങ്കിൽ അതിനുശേഷം 55% മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ദേശീയ പാർട്ടികളുടെ വോട്ട് ഷെയർ കുറഞ്ഞു, പ്രാദേശിക പാർട്ടികളുടെ വോട്ട് ഷെയർ കൂടി. 8% നിന്ന് 26%ലേക്കാണ് പ്രാദേശിക പാർട്ടികളുടെ വോട്ട് ഷെയർ കൂടിയത് 67 ശേഷം. ആ മാറ്റം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അപ്പോൾ 67 ശേഷം നമ്മൾ കാണുന്ന ഇലക്ടറൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് മൈതാനം എന്ന് പറയുന്നത് 67 മുമ്പുള്ള തിരഞ്ഞെടുപ്പ് മൈതാനമേ അല്ല. ഇപ്പോൾ ഒരു ബഹുകക്ഷി സംവിധാനമുണ്ട്. പ്രാദേശിക കക്ഷികളും തുല്യരാണ്. ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളുടെ കൂടെ പിന്തുണയിലാണ് BJP അധികാരത്തിലിരിക്കുന്നത്. അത് ബീഹാറിൽ ആവശ്യമുണ്ട്, ആന്ധ്രാപ്രദേശിൽ ആവശ്യമുണ്ട്. അപ്പോൾ പ്രാദേശിക കക്ഷികളെ മറക്കാൻ അവർക്കും കഴിയില്ല. അപ്പോൾ 2 ചോദ്യങ്ങൾക്കും ഉത്തരമായി. 1, സഭ കടക്കുമോ? കണക്ക് പ്രകാരം കടക്കില്ല. 2, വോട്ടർ ഫറ്റീഗ് അഥവാ വോട്ടർമാർക്ക് ക്ഷീണം ഉണ്ടാവുന്നുണ്ടോ? ക്ഷീണം ഉണ്ടാവുന്നില്ല എന്നാണ് കണക്ക്. ഒരു കണക്കും കൂടെ ഞാൻ പറയാം. നമ്മൾ പല ഘട്ടങ്ങളിലും 55-ഉം 56-ഉം ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് 61-ഉം 66-ഉം 65%. ഏറ്റവും ഒടുവിൽ 66%. കഴിഞ്ഞ തവണ 67%. അതിനു മുമ്പ് 66%. അപ്പോൾ ആ വേരിയൻ്റ് ആയിട്ടാണ് കണക്ക് കിടക്കുന്നത്. അത് വോട്ടർമാരുടെ ക്ഷീണവും ഒരേ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് ഈ കണക്കുകൾ പറയുന്നത്. 3ാമത്തെ കണക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ കണക്ക് പറഞ്ഞു. 8,000 കോടി മാത്രമാണ്, ഏകദേശം 8,000 കോടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലവാകുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നതിന് 8,000 കോടി രൂപ, ഏകദേശം തത്തുല്യമായ തുക സംസ്ഥാനങ്ങൾക്കും ചിലവാകുന്നുണ്ട് എന്ന് വയ്ക്കുക. വിവിധ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട്. അതൊരു 8,000 കോടിയായിട്ട് കണക്കാക്കൂ. അങ്ങനെയാണെങ്കിൽ മൊത്തം 16,000 കോടി രൂപ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചെലവ്. എങ്ങനെയുള്ള ചെലവ്? കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അവരുടെ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെക്കേണ്ട തുക എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ബഡ്ജറ്റ് കണക്കിലെടുത്താൽ 0.35% മാത്രമാണ്. 0.35% ലാഭിക്കാൻ വേണ്ടിയാണോ? അതായത് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത് 6,060 കോടി രൂപയോ മറ്റുമാണ്. അതിനേക്കാൾ 2,000 കോടിയും കൂടെ കൂട്ടിയാൽ ഒരു ഇലക്ഷൻ നടക്കാം. ഈ നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാണെന്നറിയാം? 2 ലക്ഷം കോടി. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് ഒരു പാലത്തിലൂടെയുള്ള ട്രാഫിക് നിയന്ത്രിക്കാൻ നിങ്ങൾ പുഴ തിരിച്ചുവിടുന്നത് പോലെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ വളരെ വിചിത്രമായിട്ടുള്ളൊരു തുഗ്ലക്കൻ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു തുഗ്ലക്ക് പരിഷ്കാരം എന്നാണ്. കാര്യം 1, ഇത് സഭ കടക്കില്ല. 1. 2, വോട്ടർ ക്ഷീണം ഇതുകൊണ്ട് മാറില്ല. 3, ആകെയുള്ള 8,000 കോടി രൂപ, ആ 8,000 കോടി രൂപയിൽ 4,000 കോടി ലാഭിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു കണക്കും കൊണ്ടുണ്ട്, അതും കൂടി പറയാം. ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവ് ഇലക്ഷനിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഏറ്റവും കൂടുതൽ ചിലവ്. 8,000 കോടിയിൽ ഏകദേശം 5,000 കോടിയോളം തുക വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നിലവിൽ ഈ ലോക്സഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് സംസ്ഥാന നിയമസഭകളിലേക്കും ഉപയോഗിക്കുന്നത്. ഇനി ഇത് 2 കൂടി ഒരുമിച്ച് വരികയാണെങ്കിലോ? പുതുതായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കണം, ഡബിൾ ചെയ്യണം. ഇത്രയുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത്രയും കൂട്ടണം. മാത്രമല്ല 7 മണിക്ക് തുടങ്ങി 6 മണിക്ക് അവസാനിക്കുമ്പോൾ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂടണം, ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂടണം. അപ്പോൾ 8,000 കോടിയിൽ ഒരു 1,500 കോടി രൂപയാണ് മൊത്തത്തിൽ ലാഭിക്കാൻ കഴിയുന്നത്. അത് ലാഭിക്കാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. അതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം.
ഇനി നാലാമത്തത് ഭരണഘടനാ വിരുദ്ധമാണോ? ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഒരു ഫെഡറൽ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണഘടനയാണ് എന്നുള്ള സുപ്രീം കോടതിയുടെ ബേസിസ് സ്ട്രക്ചർ ഡോക്ട്രിൻ. ആ ബേസിസ് സ്ട്രക്ചർ ഡോക്ട്രിന് വിഘാതമാണിത്. എങ്ങനെയാണ് വിഘാതമാവുക? സംസ്ഥാന നിയമസഭയുടെ കാലാവധി നിങ്ങൾക്ക് ഫുൾ ടേം എന്നും നിങ്ങൾക്ക് പാർഷ്യൽ ടേം എന്നും വിഭജിക്കാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണത്. ഉദാഹരണത്തിന് കേരളം ഇപ്പോൾ 2034 മുതലാണല്ലോ ഒറ്റ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുക. നമുക്ക് അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് 2026 അത് കഴിഞ്ഞാൽ കേരളം വോട്ടിടാൻ പോകുന്നത് 5 വർഷം കഴിഞ്ഞ് 2031 31 അധികാരത്തിൽ വരുന്ന കേരള നിയമസഭയിൽ ആ കേരള നിയമസഭ 3 വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ 2034 ലോക്സഭയുമായി കേരള നിയമസഭയ്ക്ക് ഇലക്ഷൻ നടത്തണമെങ്കിൽ 3 വർഷം മാത്രമായിരിക്കും കേരള നിയമസഭയുടെ ആയുസ്. സംസ്ഥാന നിയമസഭയുടെ ആയുസ് ലോക്സഭയുടെ ആയുസിന് വേണ്ടി വെട്ടിച്ചുരുക്കണമെന്ന് എവിടെയാണ് പറയുന്നത്? ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. മാത്രമല്ല നമ്മുടെ ഭരണഘടനയിൽ ഡിവിഷൻ ഓഫ് പവർ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. സംസ്ഥാന നിയമസഭയ്ക്ക് നിയമങ്ങൾ പാസ്സാക്കേണ്ട വിഷയങ്ങളുണ്ട്, കേന്ദ്ര യൂണിയൻ പാർലമെൻറ്റിന് വിഷയങ്ങൾ പാസ്സാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന നിയമസഭകൾക്കും കേന്ദ്രത്തിലെ പാർലമെൻറ്റിനോളം തുല്യമായിട്ടുള്ള ചില വിഷയങ്ങളിൽ യൂണിയൻ ഗവൺമെൻറ്റിനും യൂണിയൻ പാർലമെൻറ്റിനും അധികാരമുണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിൽ പോലും ആ സംസ്ഥാന നിയമസഭകളുടെ മേലുള്ള ഒരു കടന്നുകയറ്റമായി തീരും. അത് ഫെഡറലിസത്തെ ബാധിക്കും, പ്രാദേശിക കക്ഷികളെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായും അത് ഭരണഘടനാ വിരുദ്ധമായി തീരും. അതാണ് ഫെഡറൽ സ്പിരിറ്റിനെ കൂടി ബാധിക്കുന്നതാണ് ഈ നീക്കം എന്നതാണ് ഇന്ന് വിവിധ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. ഈ 4 കാര്യങ്ങളും BJP പറയുന്ന ആർഗ്യുമെന്റുകൾ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് വാസ്തവം. ഇനി എന്തുകൊണ്ടായിരിക്കും BJP നീക്കം നടത്തുന്നത്? തീർച്ചയായിട്ടും ഭരണപരാജയം മറച്ചുവെക്കാൻ അഥവാ ഭരണമില്ലായ്മ മറച്ചുവെക്കാൻ വേണ്ടി വാർത്തകളിലെ തലക്കെട്ടുകളിൽ നിറയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് എന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത്. ഇത് ഇല്ലാത്ത രോഗത്തിന് രോഗത്തേക്കാൾ ഗുരുതരമായിട്ടുള്ള ചികിത്സയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അത് അപകടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ തന്നെ ഇല്ലാതാക്കും. എന്താ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? ഭരണപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 5 വർഷം ഏകാധിപതികളെ പോലെ ഭരിക്കാനുള്ള അവകാശമല്ല. നമ്മുടെ ഭരണ സംവിധാനം അനുസരിച്ച് റീകോൾ പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് സർക്കാരിനെ ഈ വിവിധ കക്ഷികളിലൂടെ കൂട്ടുകക്ഷികളിലൂടെ ഒക്കെ ഭരിക്കുമ്പോൾ സ്റ്റെബിലിറ്റി എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരു ഏകാധിപത്യത്തിൻ്റെ സൂചന കൂടിയായി ചിലർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകൾ ഒരു ശല്യമാണ്, രാഷ്ട്രീയം ഒരു ശല്യമാണ് എന്നുള്ളൊരു മിഡിൽ ക്ലാസ് ഇലക്ടറൽ ഫാൻറ്റസിയിൽ നിന്നാണ് ഇത് ഉദിച്ചിരിക്കുന്നത്. നോക്കൂ, സാധ്യമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പേ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് 5 വർഷത്തിലൊരിക്കലായിട്ട് ഈ ശല്യം കൊണ്ടുവരുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രസിഡൻഷ്യൽ റൂളിലേക്ക് പോകും. അതെ, അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അടിസ്ഥാനമായി ഇത് മുന്നോട്ട് പോകും. നേരത്തെ സുജയതല പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി വേഴ്സസ് പ്രിയങ്ക ഗാന്ധി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതല്ല ഇന്ത്യൻ പാർലമെന്റ് ഒരു പ്രസിഡൻഷ്യൽ സംവിധാനമേ അല്ല, അത് പാർലമെന്ററി സംവിധാനമാണ്. അവിടെ ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ അവകാശം അത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അവിടെ സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തെ കവർന്നെടുക്കാൻ കഴിയില്ല. നമ്മൾ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്ന പോലെയാണോ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്? നമ്മൾ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്ന പോലെയാണോ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുന്നത്? നമ്മൾക്ക് 3 തരത്തിലും 3 രീതിയിലല്ലേ നമ്മുടെ വോട്ടിംഗ് പ്രൊസീജിയർ? അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം ലോക്സഭയുടെ കാലാവധിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിയമസഭയിലുള്ള സംസ്ഥാന സർക്കാരിനോടുള്ള നിങ്ങളുടെ താല്പര്യം പ്രതിഫലിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധത്തിൽ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതാണെന്ന് മനീഷ് തിവാരി ചോദിച്ചത്. ദിസ് ഈസ് ബിയോണ്ട് ദ കോമ്പിറ്റൻസ് ഓഫ് ലോക്സഭ, ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ലോക്സഭ എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത്. അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ നിയമസഭയിലെ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുന്ന വോട്ടറുടെ അവകാശത്തെ ലോക്സഭയിലെ വോട്ടിംഗ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തീർച്ചയായും ഇത് തിരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, രാഷ്ട്രീയം അനാവശ്യമാണ്. ഗവേണൻസ് എന്നുള്ളതൊരു എൻ്റർപ്രണർഷിപ്പാണ്, ഗവേണൻസ് എന്നുള്ളതൊരു ബിസിനസ്സാണ് എന്നുള്ള ഒരു ഏകാധിപത്യ സങ്കല്പത്തിൻ്റെ തുടക്കമാണ്, ആ ലക്ഷണമാണ്. ഭാഗ്യവശാൽ ഈ ബില്ല് പാസ്സാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം 2024 തിരഞ്ഞെടുപ്പ് ഈ സർക്കാരിന് നൽകിയിട്ടില്ല എന്നതിൽ മാത്രമാണ് പ്രതീക്ഷ. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുന്നതോടുകൂടി ബില്ല് അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് കടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സഭ കടക്കില്ല എന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ സഭ കടക്കുമോ എന്ന ചോദ്യത്തിന് ഒരാൾ മാത്രമാണ് സഭ കടക്കുമെന്ന് പറയുന്നത്. ഏത് കണക്കിലാണോ എന്തോ 100 പേര് സാധ്യത വരട്ടെ. അതായത് ഈ പറയുന്ന രീതിയിൽ 439 എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. ശ്രമിക്കട്ടെ. BJP ചെയ്യുമ്പോൾ കുതിര കച്ചവടം, കോൺഗ്രസ് ചെയ്യുമ്പോഴേക്കും അത് നല്ല കച്ചവടം. അതും BJP ഓപ്പറേഷൻ ലോട്ടസ്. കുതിര കച്ചവടം മനോഹരമായ പേര്, ഓപ്പറേഷൻ ലോട്ടസ്. എന്നിട്ട് ചാണക്യ തന്ത്ര പത്രങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചു.
കുതിര കച്ചവടം, പച്ചയായ ഭാഷ പറഞ്ഞ കുതിര കച്ചവടം, കാശ് കൊടുത്ത് കൂറു മാറ്റി വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി, അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രാദേശിക നേതാക്കളെ പിളർത്തുക, തമ്മിൽ അടിപ്പിക്കുക. ഉദ്ധവ് താക്കറെ ഏകദാക്ഷിണ്യം കണ്ടാൽ മിണ്ടൂല, അജിത് പവാർ ശരത് പവാറും കണ്ടാൽ മിണ്ടൂല. അല്ല, അതാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക. ഈ പറഞ്ഞ സുജയ പറഞ്ഞ കൃത്യമായൊരു പോയിന്റ് ഉണ്ട്, അത് നമ്മൾ പിന്നെ ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്. അതായത് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന 356 വകുപ്പ് എന്ന് പറയുന്നത് ആദ്യം പ്രയോഗിച്ചത് കേരളത്തിലാട്ടോ. EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട് 1959 ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടത്, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. 67 ഈ പ്രശ്നം ആരംഭിക്കുന്നത്, 59 അത് ചെയ്തു. അപ്പോൾ ആർട്ടിക്കിൾ 356 ഉപയോഗത്തിലൂടെയാണ് ആദ്യം ഈ പറയുന്ന സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നതിന്റെ താളക്രമം തെറ്റുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, പിന്നെ ഇങ്ങോട്ടേക്ക് ആരും മോശമല്ല. അതുകൊണ്ട് 9 വർഷം അടിയന്തരാവസ്ഥ മോശമാണ്, അടിയന്തരാവസ്ഥ തെറ്റാണ്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇന്ത്യയിൽ ജനവിധി ഉണ്ടായി. അത് ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ ഉണ്ടായി രാജ്യത്ത്. ആ കോൺഗ്രസ് ഇതര സർക്കാർ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകളും ജനസംഘവും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെയാണ്, സോഷ്യലിസ്റ്റുകളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെയാണ്. അത് വലിയ പ്രതിഷേധമാണ്, അത് വലിയ പ്രതിഷേധമായിരുന്നു. ആ അർത്ഥത്തിൽ ചരിത്രപരമാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. 9 വർഷത്തിനകത്ത് 9 ഗവൺമെന്റുകളെ ടോപ്പിൾ ചെയ്തു ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ BJP, നരേന്ദ്രമോദിയുടെ സർക്കാർ. അതാ ഞാൻ പറഞ്ഞത്, അരുണാചൽ പ്രദേശിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും മേഘാലയയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും മാധവരാജ് സിന്ധ്യയുടെ മകനെ വിളിച്ചുകൊണ്ട് പോയിട്ടല്ലേ പിന്നെ കമൽനാഥിന്റെ ഗവൺമെന്റിനെ താഴ്ത്തിറക്കിയത്. അങ്ങനെ കർണാടകയിൽ സിദ്ധരാമയെ പിന്തുണച്ചിരുന്ന കുമാരസ്വാമിയെ വിളിച്ചുകൊണ്ട് പോയിട്ടല്ലേ പിന്നെ സർക്കാർ ടോപ്പിൾ ചെയ്തത്. ഇങ്ങനെ ഓരോ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനറെ വിളിച്ചുകൊണ്ട് പോയി ഇപ്പുറത്ത് നിർത്തി. അതെ, ഇന്ത്യ മുന്നണിയുടെ കൺവീനർ എപ്പോഴാണെന്ന് വെച്ചാൽ അതിനകത്ത് കോൺഗ്രസ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബിൽ സഭ കടക്കുമോ എന്നായിരുന്നു ചോദ്യം. യേസ് എന്നൊരാൾ, നോ എന്ന് 2 പേർ. Meet the editors.